Hi everyone, welcome to another lecture in mass transfer. So today we are going to study about general mass diffusion equation in stationary media using Cartesian coordinate system. So now uh, this is what the Cartesian coordinate system is: x, y, z. Okay, so here we have to study about the mass transfer that is happening through this elemental cubical volume. Okay, so this Na and Na here are the Na can be represented as the Ma divided by A. So this is Ma dot, that is kilogram per second divided by area. Okay, so it is a mass diffusion flux. So ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. This is x direction, this is a y direction, and this is a z direction. So ഇത് നമ്മൾ ആദ്യമേ ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. General Cartesian coordination system in this heat transfer using Cartesian coordinate system. Dou square t by dou x square, dou square t by dou y square, dou square t by dou z square plus qgen is equal to some value. You got that. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു സാധനമാണ് ഇത് മാസ് ഡിഫ്യൂഷനകത്തും. അപ്പം ശ്രദ്ധിച്ചേ, മാസ് ഇൻഫ്ലക്സ്, അതായത് ഇതിലെ വന്ന് കയറുന്നുണ്ട്, ഇതിങ്ങോട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിനകത്തോട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഡിഫ്യൂഷൻ ഫ്ലക്സ് അറ്റ് എക്സ് ഡി വൈ ഡി സെഡ്. മാസ് എഫ്ലക്സ് അറ്റ് ദ റൈറ്റ് ഫേസ് ഈസ് ഇക്വൽ ടു എൻ എ എക്സ് പ്ലസ് ഡി എക്സ്. ഓക്കെ, എൻ എ എക്സ് പ്ലസ് ഡി എക്സ്, അതായത് ഈ കോർഡിനേറ്റിൽ എക്സ് പ്ലസ് ഡി എക്സ്, ഇതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഡി എക്സ് എന്ന് പറയുന്നത്. സോ എക്സ് കഴിഞ്ഞിട്ട് ഡി എക്സ് കഴിഞ്ഞിട്ട് എന്താണെന്ന് എൻ എ എന്നുള്ള വാല്യൂ മാത്രമാണ്, എന്താണെന്നുള്ളത് മാത്രം എഴുതുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എസ്, dy into dz, that is the entire mass efflux. അപ്പം അകത്തോട്ട് കയറുന്ന ഇത്രയും, പുറത്തോട്ട് കയറുന്ന ഇത്രയും, ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഇതിനെ നമുക്ക് എഴുതാം യൂസിങ് Taylor series expansion. So nax plus dou by dou x nax dx into dy dz. So this is how you can obtain, അതായത് dx കഴിഞ്ഞിട്ട് എന്ത് എലമെൻറ്റ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത്, ചേഞ്ച് എന്താണ് സംഭവിക്കുന്നത് എന്നത് ടൈലർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ you can obtain the mass efflux at the right phase. സോ മാസ് ഓഫ് ദ സ്പീഷീസ് അക്യുമുലേറ്റഡ്, അതായത് ഇതിനകത്തോട് ഇങ്ങോട്ട് കയറുന്നുണ്ട്, ഇവിടുന്ന് പുറത്തോട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തുമാത്രം അക്യുമുലേറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇതാണ് പുറത്തോട്ട് വരുന്നത്, ഇതാണ് അകത്തോട്ട് വരുന്നത്. സോ യു വിൽ ഗെറ്റ് എ ടേം കറസ്പോണ്ടിങ് ഇത് മൈനസ് ദിസ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന രണ്ട് ടേമും എന്തായിരിക്കും? ക്യാൻസൽ ചെയ്ത് പോയി. മിച്ചം വരുന്ന മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എൻ എ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ടി വൈ ഡി സെഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും, അല്ലേ? അതാണ് എന്ത്? എക്സ് ഡയറക്ഷനിൽ. ഇത് എക്സ് ഡയറക്ഷൻ മാത്രമാണോ? അല്ല, വൈ ഡയറക്ഷനിൽ ഇത് നടക്കുന്നുണ്ട്, ഇസ് ഡയറക്ഷനിൽ ഇത് നടക്കുന്നുണ്ട്. സോ സിമിലർലി അക്യുമുലേഷൻ വൈ ഡയറക്ഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് minus dou by dou y na y dx dy dz. Similarly accumulation z direction minus d dou by dou z na z dx dy dz. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഇനിയും നെറ്റ് അക്യുമുലേഷൻ മൊത്തത്തിൽ ഈ മൂന്ന് ഡയറക്ഷനുള്ള ഫ്ലോയിൽ നെറ്റ് അക്യുമുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് 1 + 2 + 3. സോ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു 4. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അത് ഓർത്തിരിക്കുക, നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അതും കൂടെ കൂട്ടി എഴുതുക. സ്ഥല പരിമിതി കൊണ്ടാണ് ഞാൻ അത് അവിടെ എഴുതാത്തത്. അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം അതെല്ലാം കൂടെ വരുന്നത്. ജനറേഷൻ ഓഫ് സ്പീഷീസ് എ ബൈ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, അതായത് നമുക്കറിയാം ഈ പറയുന്ന ഫ്ലോ നടക്കുമ്പം എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചിട്ട് മാസ് ജനറേഷൻ സംഭവിക്കും എന്ന ഒരു അസംഷൻ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ്, ഇതാണ് എന്ത്? പെർ യൂണിറ്റ് വോളിയത്തിൽ ഇത്രയും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ഡി എസ്. സോ യു ക്യാൻ മൾട്ടിപ്ലൈ ദിസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ദ considered elemental volume. So you will get the generation of mass species. So that should be taken as the fifth. Both accumulation and generation leads to the increase in mass concentration of the species, and this increase reflected by the time rate of change of mass concentration of species A in the control volume. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതിനകത്തുള്ള ഫ്ലോ നടക്കുന്നതുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു, രണ്ട് ഇത് ഫ്ലോ നടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? there is a rate of change of mass concentration of species that with respect to time. So that can be taken as dCA, that is concentration gradient, divided by d tau
ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നേരത്തെ നമ്മൾ ചെയ്തത് ഡോ ടി ബൈ ഡോ ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തായിരുന്നു. അൺസ്റ്റഡി സ്റ്റഡി കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാസ് ഡിഫ്യൂഷനകത്ത് വരുന്നത് ഡി ടി ബൈ ഡി ടോ അല്ല, ഡി സി എ ബൈ ഡി ടോ ആണ്. ഓക്കെ, സോ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്യുമുലേഷൻ പ്ലസ് ജനറേഷൻ ഈസ് ഈക്വൽ ടു ദ സ്റ്റോറേജ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നത്. അപ്പം അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന മൈനസ് വാല്യൂ എക്സ് വൈ ഇസഡ് ഡയറക്ഷനിൽ വരുന്ന എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിച്ചെഴുതാൻ പറ്റും. പ്ലസ് ദിസ് ഇസ് ദ ജനറേഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഡോ സി എ ബൈ ഡോ എക്സ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ അക്യുമുലേഷൻ്റെയും ജനറേഷൻ്റെയും ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദാറ്റ് കൺട്രോൾ വോളിയം. ഓക്കെ, സോ ഇവിടെ നമുക്കൊന്ന് കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ഡി വൈ ഡി എക്സ് എല്ലായിടത്തും ഉണ്ട്, അത് പോയി. പിന്നെയുള്ള കാര്യങ്ങൾ എൻ എ എക്സ്, ഇത് നമ്മൾ ഈ പറയുന്ന ഫിക്സ് ലോയ്ക്കകത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഈ എൻ എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എം ഡോട്ട് ഡിവൈഡ് ബൈ എ ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിപ്ലേസ്ഡ് ബൈ ഡി എ ബി ഇൻറ്റു ഡോ സി എ ബൈ ഡോ എക്സ്. ഐ തിങ്ക് ഇറ്റ്സ്. പിന്നെ ഈ പറയുന്ന ഡോ പറയുന്ന കേസുകൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പം ചിലയിടത്ത് ഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാരാമീറ്റർ ലെങ്ത് അല്ലേ. പക്ഷേ ഈ ഡോ എടുക്കുന്നതിൻ്റെ കാര്യം ഓർത്തിരിക്കുക, എപ്പോഴും പാർഷ്യലിയാണ്. എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ. ഇത് ഒറ്റ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ഇസ് ഡി ബൈ ഡി എക്സ് ഡി ബൈ ഡി ബൈ. ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ all the directions, so partial analysis of each axis is constrained. So ഡോ ബൈ ഡോ എക്സ് അത് ഓർത്തിരുന്നാൽ മതി, അപ്പോൾ തന്നെ ഓർക്കാം പല കാര്യങ്ങളും. അപ്പം ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ സി എ ബൈ ഡോ ടു എന്നുള്ള കൺസെൻട്രേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ അനാലിസിസ് ദാറ്റ് ഷുഡ് ബി. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു mass flow in a stationary medium. So I think it's clear about the analysis. Okay, ഈ ഇക്വേഷൻസ് പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ ഇത് വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വൺ ഡയമെൻഷണൽ മാസ് ഫ്ലോ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് എ സ്റ്റഡി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, സോ ദെൻ യു ക്യാൻ നെഗ്ലക്ട് ഓൾ ദീസ് വാല്യൂസ്. ഇത് കളയാം. അപ്പോൾ മിച്ചം എന്ത് വരും? ഡോ സ്ക്വയർ സി എ ബൈ ഡോ എക്സ് സ്ക്വയർ. ആ ഒരു കേസിലേക്ക് നമുക്ക് നോക്കാം. സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ത്രൂ എ പ്ലെയിൻ മെമ്പറൈൻ. അപ്പോൾ നമുക്കറിയാം ഇടതുവശത്ത് സി എ വണ്ണും വലതുവശത്ത് സി എ ടുവും. ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഡയറക്ഷൻ വെക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസിക്കൽ ടു 0 ഇവിടെയും ഇതിൻ്റെ ലെങ്ത് മെമ്പറിൻ്റെ ലെങ്ത് എല്ലാം ആണെന്നുണ്ടെങ്കിൽ എക്സ് ഇസിക്കൽ ടു എൽ. അപ്പോൾ ഡോ സ്ക്വയർ സി എ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 0, ഡോ സി എ ബൈ ഡോ എക്സ് ഇസിക്കൽ ടു C1. സോ സി എ ഇസിക്കൽ ടു C1x പ്ലസ് C2 അല്ലേ. ഇത് ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? C1x പ്ലസ് C2 എന്ന് കിട്ടും. നൗ യൂസിങ് ദ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സ് ഇസിക്കൽ ടു 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സി എ ഇസിക്കൽ ടു എന്തായി മാറും? സി എ എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ വാല്യൂ? എക്സ് ഇസിക്കൽ ടു 0 ആകുമ്പോഴത്തേക്ക് CA1 ആണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് സി. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2 ഇസിക്കൽ ടു C1 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന CA1 ഇസിക്കൽ ടു CA1 മൈനസ് C ഡിവൈഡ് ബൈ എൽ. കാരണം ഇവിടെ എന്താണ്? എക്സ് ഇസിക്കൽ ടു എൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ കിട്ടിയ C2ൻ്റെ വാല്യൂ നമ്മളിവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1ൻ്റെ വാല്യൂ കിട്ടും. ഇനിയും C1ൻ്റെ C2ൻ്റെ വാല്യൂ കിട്ടി. ഇതായിരുന്നു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ C1ൻ്റെ C2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്താം. ദ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്കറിയാം എം ഡോട്ട് എ ഡിവൈഡ് ബൈ എ ഈസ് ഈക്വൽ ടു ഡി സി എ ഡിവൈഡ് ബൈ ഡി എ. അപ്പോൾ സി എയുടെ അവിടെ കൊണ്ട് ഞാൻ എന്തെടുത്ത് കൊടുത്തു? നമുക്ക് കിട്ടിയ ഈ പറഞ്ഞ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ പറയുന്ന വാല്യൂ പോകും. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. മിച്ചമുള്ളത് ഏതാണ്? CA2 മൈനസ് CA1 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇവനെ എന്ത് ചെയ്യണം? ഈ പറയുന്ന വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി മൈനസ് ഉണ്ടല്ലേ. അപ്പോൾ CA1 മൈനസ് CA2 ഡിവൈഡ് ബൈ എൽ ബൈ ഡി. അതാണെന്ത് ഇവിടുത്തെ നോക്കിയേ, മാസ് ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടെ ഒരു നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വേണം. ഇതിൻ്റെ താഴെ വരുന്ന സാധനം എന്തായിരുന്നു? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദർ ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ പേരെന്താണ്? എൽ ബൈ ഡി എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഡിഫ്യൂഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ്
in the along the one axis. Okay, whether it's x, y or z. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷനും ഓർത്തിരിക്കുക, ഇതിൻ്റെ ഡെറിവേഷനും ഓർത്തിരിക്കുക. സോ എൽ ബൈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷണൽ കോൺസ്റ്റൻറ്റ്. ചില പ്രോബ്ലത്തിന് ഡിഫ്യൂഷൻ കൊണ്ട് ഡയറക്റ്റായിട്ട് തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന വാല്യൂ തരണമെന്നില്ല. എല്ലും ഡിയും തരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന വാല്യൂ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ക്യാൻ ഐഡൻറ്റിഫൈ ഓർ ഗെറ്റ് എ വാല്യൂ ഫോർ ദ മാസ് ഫ്ലോ. So this is what we have to study in this lecture. So get an idea about that. Okay, have a nice day. Thank you.